യൂദിത്ത് അധ്യായം 2. നെബൂഖദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവൻ്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തൻ്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നെബൂഖദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ചു പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും അതിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എൻ്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 1,20,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എൻ്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എൻ്റെ രാജ്യവുമാണ്, എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുത്. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫർണസ് അസീറിയൻ സൈന്യത്തിലെ സേനാപതികൾ, മറ്റ് പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി. യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 1,20,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളുകളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവറകഴുതകളെയും, ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര്, കുതിര, തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നെബൂഖദ്നേസർ രാജാവിന് മുൻപേ പോയി. വെട്ടുകിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനിവേയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബെക്തീലത്ത് സമതലത്തിലെത്തി. അതിൻ്റെ എതിർവശത്ത് ഉത്തര കിലിക്കിയായുടെ വടക്ക് ഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫർണസ് തൻ്റെ സൈന്യത്തെ മുഴുവൻ, കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത്ത്, ലുദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായേല്യരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടീസിൻ്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടാമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്യൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും എതിർത്തു നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫെത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിതിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി. ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ ദമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന്
വയലുകൾക്ക് തീ വയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കിന, ജാംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോത്തൂസിലെയും അസ്കേലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി. Chapter 2. In the 18th year, on the 22nd day of the first month, there was a discussion in the palace of Nebuchadnezzar, king of the Assyrians, about taking revenge on the whole world as he had threatened. He summoned all his ministers and nobles, laid before them his secret plan, and urged the total destruction of those countries. They decided to do away with all those who had refused to comply with the order he had issued. When he had completed his plan, Nebuchadnezzar, king of the Assyrians, summoned Holofernes, general-in-chief of his forces, second to himself in command, and said to him, "Thus says the great king, the Lord of all the earth, Go forth from my presence. Take with you men of proven valor, 120,000 infantry and 12,000 cavalry, and proceed against all the land of the west, because they did not comply with the order I issued. Tell them to have earth and water ready, for I will come against them in my wrath. I will cover all the land with the feet of my soldiers, to whom I will deliver them as spoils. Their slain shall fill their ravines and wadis, the swelling torrent shall be choked with their dead, and I will deport them as exiles to the very ends of the earth. You go before me and take possession of all their territories for me. If they surrender to you, guard them for me till the day of their punishment. As for those who resist, show them no quarter, but deliver them up to slaughter and plunder in each country you occupy. For as I live, and by the strength of my kingdom, what I have spoken I will accomplish by my power. Do not disobey a single one of the orders of your Lord. Fulfill them exactly as I have commanded you, and do it without delay." So Holofernes left the presence of his lord and summoned all the princes and the generals and officers of the Assyrian army. He mustered 120,000 picked troops, as his lord had commanded, and 12,000 mounted archers, and grouped them into a complete combat force. He took along a very large number of camels, asses, and mules for their baggage, innumerable sheep, cattle, and goats for their food supply, abundant provisions for each man, and much gold and silver from the royal palace. Then he and his whole army proceeded on their expedition in advance of King Nebuchadnezzar to cover all the western region with their chariots and cavalry and regular infantry. A huge irregular force, too many to count, like locusts or the dust of the earth, went along with them. After a 3-day march from Nineveh, they reached the plain of Bechteleth, and from Bechteleth they next encamped near the mountains to the north of Upper Cilicia. From there Holofernes took his whole force, the infantry, cavalry, and chariots, and marched into the mountain region. He devastated Put and Lud, and plundered all the Rassasites and the Ishmaelites on the border of the desert toward the south of Chaldea. Then, following the Euphrates, he went through Mesopotamia, and battered down every fortified city along the Wadi Ebron until he reached the sea. He seized the territory of Cilicia, and cut down everyone who resisted him. Then he proceeded to the southern borders of Japheth toward Arabia. He surrounded all the Midianites, burned their tents, and plundered their sheepfolds. Descending to the plain of Damascus at the time of the wheat harvest, he set fire to all their fields, destroyed their flocks and herds, despoiled their cities, devastated their plains, and put all their youths to the sword. The fear and dread of him fell upon all the inhabitants of the coastland, upon those in Sidon and Tyre, and those who dwelt in Sur and Osina, and the inhabitants of Jamnia. Those in Azotus and Askelon also feared him greatly.